ഹലോ, എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് പാളി പോയൊരു ഇഫ്താർ വിശേഷാണ്. ഇക്കടെ ബ്രദറും സിസ്റ്ററിലും ഒക്കെ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അവർ വന്ന് പ്രമാണിച്ച് നമ്മൾ ബീച്ചിൽ പോയി കുറച്ച് എസ്തെറ്റിക് വൈബിൽ കുറച്ച് ഇഫ്താർ വീഡിയോസ് ഒക്കെ എടുക്കാൻ പ്ലാൻ ചെയ്തു. പക്ഷേ ഒരു ട്വിസ്റ്റ് ഉണ്ട്. രാത്രി മുഴുവൻ കൊതി നുണയും പറഞ്ഞിരുന്ന് രാവിലെ കിടന്ന് ഉറങ്ങിയോണ്ട് എണീക്കാൻ നല്ല ലേറ്റായി. പിന്നെ കാര്യമായിട്ട് കുക്ക് ചെയ്യാനൊന്നും ടൈം ഉണ്ടായിരുന്നില്ല. ലെഫ്റ്റ് ഓവേഴ്സ് ഒക്കെ വെച്ച് തട്ടിക്കൂട്ടി ഞങ്ങൾ കുറച്ച് സ്നാക്സ് ഒക്കെ ഉണ്ടാക്കി നേരെ ബീച്ചിലേക്ക് വിട്ടു. അവിടെ എത്തിയപ്പോൾ ബാങ്ക് വിളിക്കാൻ ഓൾമോസ്റ്റ് ടൈം ആയിട്ടുണ്ടായിരുന്നു. അതിന്റെ കൂടെ നല്ല കാറ്റും. കാർപ്പറ്റൊക്കെ ഇങ്ങോട്ട് വിരിക്കുമ്പോൾ അങ്ങോട്ട് പറന്നു പോവാ. പിന്നെ ഒന്നും അറേഞ്ച് ചെയ്യാനൊന്നും ടൈം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ കയ്യിൽ കിട്ടിയ പാത്രത്തിലൊക്കെ സ്നാക്സ് ഒക്കെ തട്ടിയിട്ട് അവിടെ ഇരുന്ന് നോമ്പ് കുറിച്ചു. എന്റെ പ്ലാൻസ് ഒന്നും വിചാരിച്ച പോലെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും കുട്ടികൾ നന്നായി എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ദേ വർ ഹാവിങ് സോ മച്ച് ഫൺ. ഞങ്ങൾ കുറേ സമയം വെള്ളത്തിൽ കളിച്ചു. നല്ല തണുപ്പുണ്ടായിരുന്നു, പക്ഷെ നല്ല രസമായിരുന്നു. പിന്നെ അവർക്ക് റീൽസ് എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ അതൊക്കെ എടുത്തു കൊടുത്തു. പിന്നെ ഇവിടെ കുറേ പ്ലേ സ്റ്റേഷൻസ് ഉണ്ട്. നമ്മൾ ഒരുപാട് സമയം അവിടെ കളിച്ചു. ഇതൊരു വലിയ ബീച്ചാണ്, അതുകൊണ്ട് നമുക്ക് വലിയ ക്രൗഡഡ് ആയിട്ട് ഫീൽ ചെയ്യില്ല. പിന്നെ തണുപ്പ് ഒരുപാട് കൂടിയപ്പോൾ ഞങ്ങൾ പതിയെ അവിടുന്ന് മൂവ് ചെയ്തു. ഇവിടെ ബീച്ച് സൈഡിൽ തന്നെ ഒരു ഏരിയ ഓപ്പൺ കഫേ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഫുഡ് സ്റ്റോൾസും കോഫി ഷോപ്സ് ഒക്കെ ഉണ്ട്. വൈകുന്നേരമൊക്കെ വന്നിരുന്നൊന്ന് ചില്ല് ചെയ്യാൻ പറ്റുന്ന ഒരു വൈബാണ്. ഞങ്ങൾ കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തു. നല്ല ഹോട്ട് ചോക്ലേറ്റും പാൻ കേക്സും ക്രെപ്സ് ഒക്കെ കിട്ടും അവിടെ. ഞങ്ങൾ അതൊക്കെ വാങ്ങിച്ച് കഴിച്ചു. കുറച്ച് സമയം അവിടെ വർത്താനം പറഞ്ഞൊക്കെ ഇരുന്നു. ഇവർ നാട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നെച്ചൂരും നിലയ്ക്കും പിന്നെ ആഘോഷമാണ്, ഭയങ്കര സന്തോഷമാണ്. അതുപോലെ തന്നെ പോകുമ്പോൾ ഭയങ്കര കരച്ചിലും വിഷമമൊക്കെയാണ്. അങ്ങനെ സംസാരിച്ചിരുന്ന സമയം പോയതറിഞ്ഞില്ല. നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഡിന്നർ കഴിക്കാനായിട്ട് ജുബൈലിലുള്ള ക്ലാസിക് റെസ്റ്റോറൻറ്റിലേക്ക് വന്നു. നാടൻ ഫുഡ് വേണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ വന്ന് ഞങ്ങൾ നല്ല പൊറോട്ടയും അരിപ്പത്തിരിയും ബീഫ് കറിയും ചിക്കൻ ഫ്രൈ ഒക്കെ കൂട്ടി നല്ല അടിപൊളി ഡിന്നർ കഴിച്ചു. അപ്പോഴേക്കും നല്ല ടയേർഡ് ആയിട്ടുണ്ടായിരുന്നു. സോ അവിടുന്ന് നേരെ വീട്ടിലേക്ക് പോയി.